You are tuned to Kerala's number one FM, Club FM. This is Love Bites and I am Reenu. ആഷിക് കപൂറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് റൊമാൻറ്റിക് മൂവീസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ആഷിക്കിന് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു സിനിമ ഏതാ? എനിക്ക് ഇന്നലെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. റൊമാൻറ്റിക് മൂവി എന്ന് മുഴുവനായിട്ട് ചിലപ്പോൾ അതിനെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് പറയാം ഇന്നലെ. അതൊരു നഷ്ടപ്രണയമല്ലേ? പക്ഷെ അതുകൊണ്ടായിരിക്കും അതിനൊരു ഭംഗിയുള്ളത്. പക്ഷെ എന്തോ അതിപ്പോ എന്താണ് അതിന്റെ ഒരു കൃത്യം കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ശരി, സിനിമ അവിടെ നിർത്താം. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് വരികൾ എന്ന് ചോദിച്ചാൽ ആഷിക്കിന്റെ മനസ്സിലേക്ക് എന്താ വരിക? അത് എന്റെ പടത്തിലെ തന്നെ പ്രേമിക്കുമ്പോൾ നീരിൽ വീഴും പൂക്കൾ എന്നുള്ള പാട്ട് തന്നെയായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വരികൾ. റഫീഖ് അഹമ്മദ് എഴുതിയത് നല്ല കോൺസെപ്റ്റാണ്. പ്രേമിക്കുന്ന സമയത്ത് വെള്ളത്തിൽ വീഴുന്ന രണ്ട് പൂക്കളെ പോലെയാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വിഷ്വലൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു രണ്ട് പൂക്കൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോണം. റിയലി ബ്യൂട്ടിഫുൾ. ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് കഴിഞ്ഞിട്ടില്ല. 1 മണി വരെ ആഷിക് അവിടെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നായകനെയാണ് ആഷിക് കപൂർ ആ തടിയനെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ആഷിക് കപൂർ. പക്ഷെ ആഷിക്, ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുള്ള ഒരാണിനെ കുറിച്ച് ചോദിച്ചാൽ ഒത്തിരി പേര് ഒറ്റയടിക്ക് പറയും 6 അടി പൊക്കം, നല്ല വിരിഞ്ഞ മാറൊക്കെ ഒരു പുരുഷനെയാണെന്ന്. അതിലെ പ്രണയം എങ്ങനെയാ കൊണ്ടുവന്നിരിക്കുന്നത്? പ്രണയം ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ബാല്യകാലത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്ടവും ടിഫിൻ ബോക്സ് ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടുന്നതിലൂടെ സീസോയിൽ ഇരിക്കുന്നതിലൂടെ ഒക്കെ അന്ന് എന്താ പറയുന്ന ഈക്വലന്റ് ആയിട്ടുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഒരു സൗഹൃദം, അതിലുണ്ടാകുന്ന ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രണയമാണ്. അത് പിന്നീട് വളർന്നു വരികയും വലുതായതിനു ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാല്യകാല സഖിയാണ് ശരിക്കും ശേഖർ ചെയ്യുന്ന ലൂക്ക് ജോൺ പ്രകാശ് എന്ന ഈ ക്യാരക്ടറിന്റെ കാമുകി. അതാണ് ആൻ അഗസ്റ്റിൻ ചെയ്യുന്നത്. പക്ഷേ പ്രണയം സത്യത്തിൽ ഇന്നസെന്റ് ആണോ? ഈ പറയുന്ന പ്രണയം എല്ലാ കാലത്തും ഇന്നസെന്റ് ആണ്. എല്ലാ കാലത്തും ഇന്നസെന്റ് തന്നെ ആയിരിക്കും പ്രണയമാണെങ്കിൽ, പൂർണ്ണാർത്ഥത്തിൽ. അത് പോയിന്റാണ്. പ്രണയമാണെങ്കിൽ നമ്മൾ പലരും ശരിക്കും പ്രണയിക്കുവാണോ, അതോ കാൽക്കുലേറ്റഡ് ആയിട്ട് ജീവിതത്തെക്കുറിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ പ്രണയം കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് ആഷിക് കപൂർ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ 10 കണക്കിന് റൊമാൻസ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് ആണ് വിത്ത് റീനു ആൻഡ് ആഷിക് കപൂർ. ആഷിക്, നമ്മളിപ്പോൾ പത്മരാജൻ സാറിന്റെ മൂവീസൊക്കെ കാണുമ്പോൾ ഒരു പെണ്ണ് എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം എങ്ങനത്തെ ഒരു സ്ത്രീ ആയിരിക്കും, ഒരു പെർഫെക്റ്റ് സ്ത്രീ ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് പ്രണയിക്കുന്ന ഒരു വ്യക്തി. ആഷിക്കിന്റെ അടുത്ത് അങ്ങനെ മനസ്സിലൊരു രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരിക്കും? എനിക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയാനൊന്നും അറിയില്ല. അത് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ആൾക്കാരും, ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല. ആൾക്കാരുടെ രീതികളിൽ വ്യത്യാസം ഉണ്ടാവും, അവർ സംസാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഒരേപോലത്തെ ആള് ഇപ്പൊ നമ്മൾ മനസ്സിൽ കാണുന്ന അതേ രൂപം ഒരിക്കലും കിട്ടില്ല. അത് സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സിനിമകളിൽ നടക്കുന്നതുകൊണ്ട് നമുക്കത് ഇഷ്ടമാണ്. അതറിയാണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്നതാണ് മനസ്സിലെ സങ്കല്പത്തിലുള്ള നായിക. എനിക്ക് തോന്നുന്നു പത്മരാജൻ സാറിന്റെ സിനിമകളിലൊക്കെ മനസ്സിൽ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു രൂപം പുള്ളിക്ക് വന്നു കാണുമായിരിക്കാം. ക്ലാര ഇങ്ങനെ. അപ്പൊ ക്ലാരയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ ഏകദേശം സാമ്യമുള്ള ഒരു രൂപം ആയിരിക്കും സുമലതയുടെ അന്ന്. ബാക്കി ആ ആർട്ടിസ്റ്റാണ് അതിനെ പൊലിപ്പിച്ചെടുക്കുന്നത്, ജീവിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൺസീവ് ചെയ്ത ക്ലാരയെ ഓൺ സ്ക്രീൻ കൊണ്ടുവരുന്നവരാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് മാത്രമാണ് നമ്മൾ നടത്തുന്നത് ആസ് എ ഡയറക്ടർ. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ലൈഫിലാണെങ്കിലും സിനിമയിലാണെങ്കിലും. കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടണം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ പ്രണയത്തിൽ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ചില മൂവീസിലെ ചില ഡയലോഗ്സ് കേൾക്കുമ്പോൾ മനസ്സിലറിയാതെ പ്രണയം നിറയും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ മനസ്സ് നിറയെ പ്രണയമായിട്ട് റീനു ഉണ്ട്, എൻ്റെ കൂടെ ആഷിക് കപൂർ. ആഷിക്കിന് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡയലോഗ് ഏതാ? എനിക്ക് തോന്നുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ കാര്യം പോട്ടെ, നിങ്ങൾ എന്തിനാ വിളിച്ചിരുന്നത്, നിങ്ങൾ ഒടുക്കത്തെ ക്ലാവറിൽ
ബ്യൂട്ടിഫുൾ. സത്യം ശ്വേത പറയുന്നത്. ശ്വേത പറയുന്നത്. അപ്പൊ അത് തന്നെ. കാരണം മറുപടി ഒന്നും ശ്വേത അതിനകത്ത് പറയുന്നില്ല. ഇയാള് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഇവള് പറയുന്ന മായ പറയുന്ന എന്താ വെച്ചാൽ എന്റെ കാര്യം വിട്, നിങ്ങള് ഈ ഒളിച്ചിരിക്കേണ്ട ആളല്ലോ, നിങ്ങള് ഭയങ്കര ഗ്ലാമറുള്ള ആൾ. അത് തന്നെയായിരുന്നു ആ ക്ലൈമാക്സ് ഫിനിഷ് ചെയ്യാൻ. അത് തന്നെ ആയിരിക്കണം ഫേവറേറ്റ് ഡയലോഗ്. യെസ്, ഓഫ് കോഴ്സ്. ഇവിടെ ലവ് ബൈറ്റ്സും ഫിനിഷ് ചെയ്യുന്ന ടൈം ആയിരിക്കുക. ബിഫോർ വി ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. റീനു ആൻഡ് ആഷിക signing off. Good night. Good night. Take care. Take care.